കാസർഗോഡ് മദ്യലഹരിയിൽ സഹോദരനെ വെടിവെച്ചു കൊന്നു. കുറ്റിക്കോൽ നൂഞ്ഞങ്ങാനം സ്വദേശി അശോകനാണ് മരിച്ചത്. സഹോദരൻ ബാലകൃഷ്ണൻ അറസ്റ്റിൽ. വിവരങ്ങളുമായി സാരംഗ് ചേർന്നു. സാരംഗെ, ഇത് ലൈസൻസ് ഉള്ള തോക്കൊക്കെ സൂക്ഷിച്ചിരുന്ന ആളാണോ? ശരിക്കും ഇവർ തമ്മിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ഇത് നടന്നത്? വളരെ ദാരുണമായൊരു സംഭവമാണ് നമ്മുടെ കാസർഗോഡ് കുറ്റിക്കോൽ നൂഞ്ഞങ്ങാലിൽ വെച്ച് നടന്നത്. സ്വന്തം സഹോദരനെ അതിക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ ഉണ്ടായത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. അശോകന്റെ സഹോദരൻ ബാലകൃഷ്ണനും മദ്യപാനത്തിനിടയിൽ ചെറിയ വഴക്കുണ്ടാവുകയും അശോകൻ ബാലകൃഷ്ണനെ കല്ലുകൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ബാലകൃഷ്ണൻ സുഹൃത്തിന്റെ നായാട്ട സംഘത്തിലെ അംഗമായ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും വ്യാജ തോക്ക് സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് അശോകനെ വെടിവെക്കുകയായിരുന്നു. കാലിന് താഴെയാണ് പരിക്കേറ്റത് എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി കിട്ടുന്ന വിവരം. പക്ഷേ ചോര വാർന്നാണ് പിന്നീട് അശോകന് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീടുള്ള വിവരങ്ങൾ അതിനുശേഷം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. നിലവിൽ അശോകന്റെ മൃതദേഹം കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ അശോകനും ബാലകൃഷ്ണനും അശോകന്റെ ഭാര്യയുമായിരുന്നു താമസിച്ചിരുന്നത്. അയൽക്കാരുമായൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ബന്ധം ഇവർ കാത്തു സൂക്ഷിച്ചിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. നിലവിൽ ബാലകൃഷ്ണനെ ബേഡകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. FIR-ൽ ഇയാളുടെ പേരിൽ ആംസ് ആക്ടും കൊലയ്ക്ക് വധവും അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മോത്തി. ശരി സാരംഗ്.